ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചേനയും വാഴയ്ക്കയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങയും മഞ്ഞൾ പൊടിയും ജീരകവും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും വാഴയ്ക്കയും പിന്നെ കുറച്ച് 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേവിക്കുക. വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ വേവിച്ചിരിക്കുന്ന കടലയും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഇളക്കുക. കൂടാതെ അതിനകത്തോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി അതിൻ്റെ അരപ്പെല്ലാം കൂടെ പിടിക്കുന്നിടം വരെ ഒന്ന് വേവിച്ച് വെക്കുക. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും വറ്റൽ മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമുക്ക് കടുക് പൊട്ടിച്ചതെല്ലാം കൂടി നമുക്ക് അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും ഈ മിക്സും കൂടെ നമുക്ക് കറിക്കകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം, നമ്മൾ പാത്രത്തിലോട്ട് എടുത്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ആവി പറക്കുന്ന കൂട്ടുകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.